ശ്രീജിത്ത് സാർ നമസ്കാരം. കഴിഞ്ഞ ദിവസം MG സർവകലാശാലയിലെ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിലെ ഒരു കോളേജിലാണ് അത് നടക്കുന്നത്, മാർച്ചിലാണ്. അതുമായി ബന്ധപ്പെട്ട് അവരൊരു പോസ്റ്റർ പുറത്തിറക്കിയിരുന്നു. അത് അങ്ങ് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്ററിൽ പറയുന്നത് ഈ പാലസ്തീനിലെ ഐക്യദാർഢ്യമാണ് ആ പോസ്റ്ററിലൂടെ അവർ കൊണ്ടുവന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കുറേയധികം കെട്ടിടങ്ങൾ തകർന്നിരിക്കുന്ന ഒരു സ്ഥലത്ത് പാലസ്തീൻ്റെ പതാക പുതച്ചു നിൽക്കുന്ന ഒരു 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 കുട്ടിയുടെ ചിത്രമാണ് അവർ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഈ പറയുന്നത് പോലെ ഹമാസിനെയും അതുപോലെ തന്നെ കേരളത്തിൽ ഈ പാലസ്തീനിലെ ഹമാസും അതുപോലെ മറ്റു തീവ്രവാദ സംഘടനകളെയും ഒക്കെ അംഗീകരിക്കാനും അതുപോലെയുള്ള കാര്യങ്ങളെ ഈ കലോത്സവവുമായി കൂട്ടിക്കുഴയ്ക്കാനും ഒക്കെ വല്ലാത്തൊരു വ്യഗ്രത കേരളത്തിൽ തുടർച്ചയായിട്ട് കണ്ടുവരുന്നത് പോലെ തോന്നുന്നുണ്ട്. കാരണം ഇത് ഒരു വിഷയം മാത്രമല്ല, പലപ്പോഴായിട്ട് നമ്മൾ കണ്ടതാണ്. ഈ ഹമാസിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള യഹിയ സിൻവർ അതുപോലെ തന്നെ ഇസ്മയിൽ ഹനിയ തുടങ്ങിയവരുടെ എല്ലാം ചിത്രങ്ങൾ ഈ ആനപ്പുറത്ത്, ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട ആനപ്പുറത്ത് ധൈര്യപൂർവ്വം പിടിക്കുകയും അതിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടാവുകയും ചെയ്തതാണ്. കേരളം ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്താൻ ഒരു പ്രശ്നവുമില്ലാത്ത നാടായിട്ട് മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഈ പാലസ്തീനിൽ യഥാർത്ഥത്തിൽ ആരാണ് ഇവർക്ക് നീതി കൊടുക്കാത്തത്, പാലസ്തീനുമായി ബന്ധപ്പെട്ട് അവിടെ ആരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഹമാസ് തന്നെയാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ ഹമാസ് അവർക്ക് നേരെ വരുന്ന ആക്രമണങ്ങളെ ചെറുക്കാൻ അവിടെ ആശുപത്രികളിലൊക്കെ ഒളിച്ചിരിക്കുകയും അതുവഴി അവിടുത്തെ പിഞ്ചു കുഞ്ഞുങ്ങൾ മരിക്കുകയും ചെയ്യുമ്പോൾ ഹമാസിനെതിരെ ഒരക്ഷരവും മിണ്ടാതെ ആ ഒരു നെറേഷൻ വെച്ചുകൊണ്ട് ഇതിലൂടെ ചില ഒളിച്ചു കടത്തലുകൾ കേരളത്തിലെ കലാലയങ്ങളിൽ കോളേജുകളിലൊക്കെ ചില ആളുകൾ നടത്തുന്നുണ്ട്. അത് ഇവിടുത്തെ ഗവൺമെൻറ് ആയാലും ഇവിടുത്തെ പൊതുബോധമായാലും അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയും കാണുന്നുണ്ട്. എങ്ങോട്ടേക്കാണ് കേരളം പോകുന്നത് എന്ന് വീണ്ടും വീണ്ടും ചോദിച്ചു പോവുകയാണ്. പാർത്ഥൻ നമസ്കാരം. ഇത് ശരിയാണ്. കാരണം ഈ യുദ്ധം നടക്കുക എന്ന് പറയുമ്പോൾ നമ്മളതിലൊരു പക്ഷം അങ്ങ് പിടിക്കുകയും ആ പക്ഷത്തിൻ്റെ ഭാഗത്താണ് ശരി എന്ന് പറഞ്ഞ് ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുകയാണ്. അത് ലോകത്ത് എവിടെ ഒരു സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാലും നമ്മുടെ നാട്ടിൽ ചില സാമുദായിക പരിഗണനകളൊക്കെ നോക്കി തന്നെയാണ് ഏത് പക്ഷത്താണ് നമ്മൾ നിൽക്കേണ്ടത് എന്ന് പലരും തീരുമാനിക്കുന്നത്. അല്ലാതെ ഒരിക്കൽ പോലും ഈ വിഷയത്തിൻ്റെ മെറിറ്റ് എന്താണെന്നോ അതിൻ്റെ ചരിത്രം എന്താണെന്നോ ആരുടെ റൈറ്റാണ് സംരക്ഷിക്കപ്പെടേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഒന്നും തന്നെ നമ്മൾ ചിന്തിക്കാറില്ല. അപ്പോൾ ഇത് ഒരു ഉദാഹരണം മാത്രമാണ് നമ്മളിപ്പോൾ പാർത്ഥനി പറഞ്ഞിരിക്കുന്ന വിഷയം. അതിനു മുമ്പേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരള സർവകലാശാലയിൽ ഈ സർവകലാശാല യുവജനോത്സവത്തിന് ഇന്തിഫാദ എന്നുള്ള ഒരു പേരിട്ടിട്ട് അതിൽ വലിയ വിമർശനം ഉണ്ടാകുന്നു. ആ വിമർശനം BCയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ഇതൊക്കെ തന്നെ എങ്ങനെയാണ് പോയത് എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവിടെയും നമ്മളൊരു പക്ഷം സ്വീകരിക്കുകയാണ്, ആ പക്ഷമാണ് ശരി എന്ന് നമ്മൾ പറയുകയാണ്. ഇപ്പോൾ ഇതൊക്കെ കോളേജിലുള്ള കുട്ടികളാണ് എന്നെങ്കിലും പറയാം. സ്കൂൾ കുട്ടികളായാലോ, ഇപ്പോൾ ഈ അടുത്തിടെ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇതേപോലെ തന്നെയുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. ഏതോ ഒരു സ്കൂളിനെ പ്രതിനിധീകരിച്ച് വന്നിരിക്കുന്ന കുട്ടികൾ കോൽക്കളിയിലോ മറ്റോ പങ്കെടുക്കുന്ന സമയത്ത് അതിൻ്റെ ആദ്യത്തെ 5 മിനിറ്റ് നേരം അവർ കണ്ണ് കെട്ടിയിട്ടാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ ആ കണ്ണ് കെട്ടിയിട്ട് മത്സരിക്കുന്നത് എന്തിനാണ് എന്ന് ഇവരോട് മാധ്യമങ്ങൾ ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത് അത് പാലസ്തീനുള്ള ഐക്യദാർഢ്യ പ്രഖ്യാപനമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ കണ്ണ് കെട്ടുന്നു. അപ്പോൾ അതിലേതോ ഒരു അധ്യാപകൻ മറ്റോ ചോദിക്കുന്നുണ്ട്, കുട്ടികളോട് ഇങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ A ഗ്രേഡ് പോലും കിട്ടാനുള്ള സാധ്യതയില്ല, കാരണം നിയമാവലിയിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ വേണം ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ. അപ്പോൾ ഈ കുട്ടികൾ അദ്ദേഹത്തിനോട് പറഞ്ഞത്രേ, A ഗ്രേഡ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ പ്രതിഷേധം അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം അടയാളപ്പെടുത്തുകയാണ് വേണ്ടത്, അതിനെ ഇത്തരത്തിലുള്ള വേദികളെ ഉപയോഗിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഈ കലോത്സവം എന്ന് പറയുന്നത് കലകളുടെ ഒരു ഉത്സവം എന്നതിനപ്പുറത്തേക്ക് അത് ചില സന്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നും അതിൽ പങ്കെടുക്കുന്നത് മത്സരബുദ്ധിയായി ജയിക്കാനാണ്, നമ്മൾ നേടുന്ന ഓരോ പോയിന്റും നമ്മുടെ ജില്ലയ്ക്കുള്ള അവരുടെ പ്രയാണത്തിനാണ് സഹായിക്കുന്നത് എന്നതൊക്കെ തന്നെ സെക്കൻഡറിയാണ്. പകരം മറ്റേതോ രാജ്യങ്ങൾ തമ്മിലുണ്ടായിരിക്കുന്ന മറ്റേതോ ഭൂപ്രകൃതിയിലുണ്ടായിരിക്കുന്ന ഒരു പ്രശ്നത്തിനെ നമ്മുടെ നാട്ടിൽ അവതരിപ്പിച്ച് അതിലൊരു പ്രതിഷേധം രജിസ്റ്റർ ചെയ്യുകയാണ്. ഈ പ്രതിഷേധം എവിടെ അടയാളപ്പെടുത്തുമെന്നാണ്, ആര് കാണുമെന്നാണ്, നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ആൾക്കാർ കാണും എന്നതിനപ്പുറത്തേക്ക് ഇതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫലമില്ല എന്ന് ഈ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നതിനും നമ്മുടെ നാട്ടിലെ കലോത്സവങ്ങളുടെ ഉദ്ദേശം ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ചർച്ചയാക്കി ആ വേദികളെ മാറ്റുക എന്നുള്ളതല്ല എന്നീ കാര്യങ്ങളെല്ലാം തന്നെ ഈ കുട്ടികളോട് പറഞ്ഞു മനസ്സിലാക്കേണ്ടുന്ന ഉത്തരവാദിത്വം അവരുടെ അധ്യാപകർക്കാണ്. അപ്പോൾ അതൊന്നും തന്നെ അവിടെ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. പകരം കേവല രാഷ്ട്രീയം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരൊക്കെ തന്നെ പൊളിറ്റിക്സ് കളിക്കാനായിട്ടാണ് അവിടെ പോകുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മളൊരു വശം സ്വീകരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ പാലസ്തീനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് ആസ്പദമായിട്ടുള്ള ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന പോസ്റ്ററും അതിൽ കാണുന്നത് തന്നെ നമ്മൾ ഈ പാലസ്തീൻ്റെ പതാക പുതച്ചുകൊണ്ട് ഒരു കുട്ടി നിൽക്കുന്നു. ആ കുട്ടി നിൽക്കുന്ന റോഡിൻ്റെ ആ പാതയുടെ ഇരുവശങ്ങളിലുമുള്ള കെട്ടിടങ്ങളെല്ലാം തന്നെ ആക്രമണത്തിൽ നശിച്ചു കിടക്കുകയാണ്. അപ്പോൾ അതിൽ ഉണ്ടാകുന്ന ഒരു സന്ദേശം
അല്ലെങ്കിൽ ഈ കലോത്സവത്തിൽ വന്ന് കണ്ണുകെട്ടി കോൽക്കളി കളിച്ചിരുന്ന കുട്ടികളുടെ സന്ദേശം, ഇന്തിഫാദ എന്ന പേരിട്ട് കലോത്സവത്തിനെ വിളിക്കുന്ന ആൾക്കാർ നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം, ഇതെല്ലാം തന്നെ ഒന്നാണ്. ആ ഒന്ന് എന്ന് പറയുന്നത് നമ്മളിവിടെ സ്വീകരിക്കുന്ന പക്ഷം എന്ന് പറയുന്നത് പാലസ്തീൻ്റെയാണ് എന്നാണ്. നേരെ മറിച്ച് പാലസ്തീൻ്റെ കോസിന് വേണ്ടി അവിടെ നിൽക്കുക എന്ന് പറയുന്നത് അന്താരാഷ്ട്ര പ്രാധാന്യം തന്നെയുള്ള വിഷയമാണ് എങ്കിൽ പോലും അവരുടെ അവസ്ഥ കൂടുതൽ മോശമാക്കുന്നതും അതിനെ ബാഡ് ടു വേഴ്സ് ആക്കുന്നതും ഹമാസ് ആണ് എന്നതിനെ പറ്റി ഇവരാരും മിണ്ടുന്നില്ല. ഇപ്പോൾ പാലസ്തീനിലുള്ള ജനതയുടെ അവകാശ സംരക്ഷണമല്ല ഹമാസിൻ്റെ ഉദ്ദേശം, മറിച്ച് വംശീയമായിട്ടുള്ള ഒരു ആക്രമണമാണ് അവർ ഇസ്രായേലിന് മേൽ ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഇവരാരും തന്നെ മിണ്ടുന്നില്ല. ഒക്ടോബർ 7, 2023 ഏകപക്ഷീയമായിട്ടുള്ള ഒരു ആക്രമണം ഇസ്രായേലിൻ്റെ ഭൂമിയിലേക്ക് നടത്തുകയും അതുവഴി അവിടെ യുദ്ധസജ്ജരായിട്ടുള്ള ആൾക്കാരെ മാത്രമല്ല അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളെയും കുട്ടികളെയും അടക്കം കൂട്ടക്കുരുതിക്ക് വിധേയരാക്കുകയും ചെയ്തിരുന്നത് ഈ നാട്ടുകാരാണ്, അല്ലെങ്കിൽ ഈ ഹമാസ് ആണ് എന്നതിനെപ്പറ്റി ഇവരാരും പറയുന്നില്ല. അപ്പം നമ്മളൊക്കെ ഇതിൽ കൂടി പറയാൻ ഉദ്ദേശിക്കുന്ന അവകാശ സംരക്ഷണം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിൻ്റേത് മാത്രമാണ്. ആ സംഘർഷത്തിൽ അവർക്കുള്ള പങ്ക്, ചരിത്രപരമായിട്ട് അവർക്കതിലുള്ള പങ്ക്, അവരെ സംരക്ഷിക്കാൻ നിൽക്കുന്ന സംഘടനയുടെ തീവ്രവാദ സ്വഭാവം, അവർ മറ്റുള്ള ആൾക്കാർക്ക് നേരെ നരാധമ പ്രവൃത്തികൾ ചെയ്യുന്നതിനെപ്പറ്റി ഒന്നും തന്നെ ഇവർക്ക് മിണ്ടണ്ട. പകരം ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നത് പാലസ്തീനാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആംഗിളാണ് കൊണ്ടുവരുന്നത്. പാലസ്തീന് വേണ്ടി പൊരുതേണ്ടത് പാലസ്തീൻ ജനതയാണെന്നോ അല്ലെങ്കിൽ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ പോലെയുള്ള പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന സംഘടനകളാണ് എന്നോ പറയാനായിട്ട് ഇവർ ശ്രമിക്കുന്നില്ല. ഹമാസിനെ കുറ്റപ്പെടുത്താനായിട്ട് ഇവർ ശ്രമിക്കുന്നില്ല. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ അനാവശ്യമായിട്ടുള്ള മതപരമായിട്ടുള്ള രാഷ്ട്രീയം കലർത്തുന്നതിന് വേണ്ടി പല വേദികളെയും തെറ്റായ രീതിയിലത്തേക്ക് ഉപയോഗിക്കുന്നതിന് ഇവരൊക്കെ തന്നെ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച ഇത് പല സ്ഥലങ്ങളിൽ ഉണ്ടാകുമല്ലോ. ഇപ്പോൾ കോളേജ് കഴിഞ്ഞു കഴിഞ്ഞാലും സ്കൂൾ കഴിഞ്ഞാലും ഒക്കെ തന്നെ ഇത് പ്രകടിപ്പിക്കേണ്ടി വരുന്ന സമയങ്ങളിലാണ് നമ്മൾ ഈ ഓട്ടോറിക്ഷയുടെ പിറകിൽ യഹ്യാ സിൻവർ ചിരിച്ചുകൊണ്ടിരിക്കുന്ന പടം കാണുന്നതും അല്ലെങ്കിൽ ആനപ്പുറത്തേറി ഇസ്മായിൽ ഖനിയെ പോലെയുള്ള ആൾക്കാരൊക്കെ പോകുന്നതും ഒക്കെ തന്നെ നമ്മൾ കാണേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഇവർക്ക് ആർക്കും തന്നെ മറ്റ് സംഘർഷ ഭൂമികളിലുള്ള സംഘർഷം പ്രശ്നമല്ലേ? ഇപ്പോൾ ഇതേ സമയത്ത് തന്നെ ഒരുപക്ഷെ ഇതിനു മുമ്പേ തന്നെ തുടങ്ങിയിരിക്കുന്ന യുക്രൈൻ റഷ്യ യുദ്ധമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും യുക്രൈൻ്റെ കൂടെ നിൽക്കണ്ടേ? നിങ്ങൾക്ക് ആർക്കും റഷ്യയുടെ കൂടെ നിൽക്കണ്ടേ? അവിടെ നടക്കുന്നത് നരാധമ പ്രവൃത്തികളല്ലേ? യുദ്ധമല്ലേ? അവിടെ ആളപായം നടക്കുന്നില്ലേ? കൂട്ടക്കുരുതി നടക്കുന്നില്ലേ? അതിനെപ്പറ്റി ഇവർക്ക് മിണ്ടണ്ട. കാരണം എന്താ? ഇതിന് നേരത്തെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണോ ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, അതുപോലെയുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ല. അവിടെ രണ്ട് സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ്. ഇവിടെ അങ്ങനെയല്ല. ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ഒരു ജനതയെ പ്രതിനിധീകരിക്കുന്നു എന്ന വ്യാജേന ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിനോട് അനാവശ്യമായിട്ട് 2023 ഒക്ടോബർ 7 ചൊറിയാൻ പോയിട്ട് തിരിച്ചു കിട്ടിയിരിക്കുന്ന കലോത്സവമാണ് അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ തൊട്ട അയൽവക്കത്ത് ബംഗ്ലാദേശിൽ അവിടെ ഹിന്ദുക്കൾ കൂട്ടമായിട്ട് വംശഹത്യയ്ക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. ആ നാട് ന്യൂനപക്ഷ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നടപ്പാക്കിയിരിക്കുന്ന നിയമങ്ങളുണ്ടായാൽ പോലും ആ നിയമങ്ങൾ പോലും അവരുടെ സംരക്ഷണത്തിന് വരുന്നില്ല. അവിടെ വേട്ടയാടപ്പെടുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രതിനിധീകരിച്ചുകൊണ്ട് പോകുന്ന അഭിഭാഷകർ വെടിവെച്ച് കൊല ചെയ്യപ്പെടുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി നിലയുറപ്പിക്കാൻ ആരുമില്ലാത്ത സമയത്ത് ഇത് തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടോ ഇതിനെ ഒന്ന് ബാലൻസ്ഡ് ആക്കിയിട്ട് ഇവരെല്ലാവരും തന്നെ ദുരിതം അനുഭവിക്കുന്നവരാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടോ ഇവരുടെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള ശ്രമവുമില്ല. അപ്പോൾ സാമുദായികമായിട്ടുള്ള അതേപോലെ തന്നെ മോശമായിട്ടുള്ള രാഷ്ട്രീയമൊക്കെ തന്നെ കലർത്തിക്കൊണ്ട് ഒരു പക്ഷത്ത് നിൽക്കുന്നതിന് വേണ്ടി മത്സരിച്ച് കിട്ടാവുന്ന പോയിന്റുകളെയോ എ ഗ്രേഡിനെയോ പോലും ഞങ്ങൾ അതിന് ട്രേഡ് ചെയ്യാൻ തയ്യാറാണ് എന്ന രീതിയിലത്തേക്കാണ് ആൾക്കാർ വരുന്നത് എങ്കിൽ അത് കേവലം കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന തോട്ടാണ് എന്ന് കരുതാനായിട്ട് കഴിയില്ല. അതിന് പിന്നിൽ വലിയ രീതിയിലത്തേക്കുള്ള രാഷ്ട്രീയ പ്രേരണകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് വളരെ ജാഗരൂകരായിട്ട് തന്നെയാണ് സമൂഹം അതിലിരിക്കുന്നത്. ഈ ഇന്തിഫാദ വന്നിരുന്ന സമയത്താണെങ്കിലും ഇപ്പോൾ ഈ വന്നിരിക്കുന്ന പുതിയ പോസ്റ്ററിലാണെങ്കിലും ഒക്കെ തന്നെ അതിൽ കൂടുതൽ അക്സെപ്റ്റൻസ് അല്ല ഉണ്ടാകുന്നത്, വിമർശനമാണ്. എന്ന് വെച്ചാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറയുന്ന നറേറ്റീവിൽ വിശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ഒരു ചിന്ത എവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് അങ്ങേയറ്റം ശുഭകരമായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സാമുദായിക സംഘടന അല്ല ഒരു രാഷ്ട്രീയ സംഘടന. ഒരു രാഷ്ട്രീയ സംഘടന ഒരു വിഷയത്തിൽ നിലപാടെടുക്കുന്ന സമയത്ത് നമ്മുടെ സംഘടനയുടെ പേരിൽ ഒരു മതമുണ്ടെങ്കിൽ ലാർജർ ഇൻട്രസ്റ്റ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള ഒരു സമുദായത്തിൻ്റെതാണെങ്കിൽ ആ സമുദായത്തിനെ കമന്നു കിടന്നും ന്യായീകരിക്കണം എന്നൊന്നും അവർ വിശ്വസിക്കേണ്ടതില്ല. അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ സ്വയം ഒരു തിരുത്തൽ ശക്തിയായിട്ട് അവർ തന്നെ പ്രവർത്തിക്കുമ്പോഴാണ് അവർക്ക് സ്വീകാര്യത കൂടുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മറ്റുള്ള അവരുടെ പാർട്ടിയുടെ പേരിൽ പോലും മതമുണ്ട് എങ്കിൽ പോലും അത് കുറേയൊക്കെ ഒരു സെക്യുലർ സ്വഭാവത്തിലുള്ള ഒരു ഓർഗനൈസേഷനാണെന്ന് പല ആൾക്കാരും വിലയിരുത്തുന്നതും അതുകൊണ്ടാണ്. പക്ഷേ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ അതിരുടെ ആ ന്യൂട്രാലിറ്റി അവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതേപോലെ തന്നെ സമസ്ത പോലെയുള്ള സംഘടനകളുണ്ട്. മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് വലിയ സ്വാധീന ശക്തിയായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. അങ്ങനെയുള്ള സംഘടനകൾ പലപ്പോഴും ഇങ്ങനെ മതപരമായിട്ടുള്ള വിഷയങ്ങളിൽ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള പല നിലപാടുകൾ അവരുടെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോഴൊക്കെ തന്നെ ഇതിനെ തള്ളിപ്പറയാനായിട്ട് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയുന്നില്ല.
ഇപ്പോൾ സമസ്തയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇന്നതാണ് എന്ന രീതിയിലത്തേക്ക് വ്യാഖ്യാനിക്കാനുള്ള മതപരമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമെങ്കിലും അവർക്കുണ്ട് എന്ന് പറയാം. പക്ഷെ അങ്ങനെ മതപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന അല്ലല്ലോ മുസ്ലിം ലീഗ്, അങ്ങനെ പ്രവർത്തിക്കേണ്ട സംഘടനയല്ലല്ലോ മുസ്ലിം ലീഗ്. അപ്പോൾ അങ്ങനെയുള്ള ലീഗിന് ഒരു തിരുത്തൽ ശക്തിയായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ പൊതുവായിട്ടുള്ള ആൾക്കാരുടെ ജൈവികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ മുനമ്പം പോലെയുള്ള വിഷയങ്ങളുണ്ടാകുന്നു. അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവർക്ക് സംരക്ഷണം ഉറപ്പുവരുത്തുകയാണ് വേണ്ടത് എന്ന് പറയുന്നതിന് പകരം അവർക്ക് സംരക്ഷണവും കിട്ടണം, എന്നാൽ ഇത് വഖഫ് ഭൂമിയുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രണ്ട് വള്ളത്തിൽ കാല് വെക്കുന്ന രീതിയിലത്തേക്കുള്ള സമീപനം ഇവരൊക്കെ എടുക്കുകയാണ്. ഇതെല്ലാം തന്നെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സംഭവിക്കുന്നത് ഇവർക്ക് പൊതുസമൂഹത്തിലുള്ള ഒരു പിന്തുണ കുറയാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് എന്നാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടന ഒരു സാമുദായിക സംഘടനയുടെ സ്വഭാവത്തിൽ പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ള ഒരു ബോധ്യം മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർക്കാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളിലും അവരിപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്താണ് ഒന്ന് റിവ്യൂ ചെയ്തതിന് ശേഷം ആവശ്യമായിട്ടുള്ള ഭേദഗതികൾ വരുത്താൻ അവരുടെ നേതൃത്വം തയ്യാറായെങ്കിൽ അവർക്ക് നല്ലത്. അതല്ല എങ്കിൽ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള നാട്ടുകാർ ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുക. അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു ഇൻ്റലിജൻസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിൽ ഒരുപാട് നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.